ബിഗ് ബോസ് മലയാളം സീസൺ 7-ൽ ഇന്ന് എനിക്ക് നിങ്ങളോട് സംസാരിക്കാനുള്ളത് ചതിയുടെയും വഞ്ചനയുടെയും അതോടൊപ്പം തന്നെ നന്ദിയില്ലാത്തവന്റെയും കഥയെ പറ്റിയാണ്. പറഞ്ഞു വരുന്നത് നമ്മുടെ അനു, അപ്പാണി ശരത്ത്, അതോടൊപ്പം തന്നെ അനീഷ്. എന്തിനാണ് ഇവർ ഇത്തരത്തിലുള്ള പേര് വിളിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും വലിയൊരടി ഇന്ന് ഹൗസിൽ ഉണ്ടാക്കിയത് പറയാം. അതോടൊപ്പം തന്നെ അനു ഇന്ന് ഗട്ട്സ് ഉപയോഗിച്ച് കളിച്ചു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. അതായത് നമ്മുടെ ഗിസേലിനെതിരെ ഇത്രയും പ്രിവിലേജസ് കിട്ടുന്ന ഒരു കണ്ടസ്റ്റന്റ് ആയ ഗിസേലിനെതിരെ ആ വീട്ടിൽ ആദ്യമായി ശബ്ദമുയർത്തിയത് അനുവാണ്. അതും ബിഗ് ബോസിനെ ചോദ്യം ചെയ്തുകൊണ്ട്. അതും എന്താണെന്ന് പറഞ്ഞുതരാം. ഒപ്പം നമ്മുടെ സെപ്റ്റിക് ടാങ്ക് വിഷയം ഇപ്പോഴും രേണു വിട്ടിട്ടില്ല. അതിനെപ്പറ്റി സംസാരിക്കേണ്ടിയിരിക്കുന്നത്. ഇതിനു മുമ്പായി ആദ്യമായിട്ടാണ് നിങ്ങൾ എന്റെ വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതോടൊപ്പം തന്നെ ലൈക്ക് ചെയ്യുകയും കമന്റ് ചെയ്യുകയും വേണം. എന്തായാലും രാവിലെ മുതലുള്ള കാര്യങ്ങൾ ഞാൻ പറയാം. രാവിലെ പ്രത്യേകിച്ച് കിച്ചണിൽ സംഭവങ്ങളൊന്നും നടക്കുന്നില്ലായിരുന്നു. പ്രത്യേകിച്ച് ബിഗ് ബോസ് വിചാരിക്കുന്ന തരത്തിലുള്ള കണ്ടന്റുകളോ അടികളോ ഒന്നും ഉണ്ടാവുന്നില്ല. അപ്പൊ രാവിലെ തന്നെ ബിഗ് ബോസ് വിചാരിച്ചു ഒരു ടാസ്ക് കൊടുക്കാം. അതായത് നമ്മുടെ നോർമലി കൊടുക്കുന്ന മോർണിംഗ് ടാസ്ക് ഉണ്ടല്ലോ, ആ ടാസ്കിൽ എന്തെങ്കിലും ഒരു പണി കൊടുക്കാമെന്ന് ബിഗ് ബോസ് വിചാരിച്ചു. സോ ടാസ്ക് ഇതായിരുന്നു. അതായത് എല്ലാ കണ്ടസ്റ്റൻസും വന്ന് 3 പേരുടെ പേര് സെലക്ട് ചെയ്യണം. അതായത് ഒന്ന്, അവിടെ ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാക്കുന്ന കണ്ടസ്റ്റന്റ് ആരാണ്, അതോടൊപ്പം തന്നെ സേഫ് ഗെയിം കളിച്ചു പോകുന്ന കണ്ടസ്റ്റന്റ് ആരാണ്, മൂന്നാമത്തത് ഏറ്റവും മികച്ച ഗെയിമർ ആരാണ്. പക്ഷേ ഇത് ഇവരുടെ പെർസ്പെക്റ്റീവിൽ അല്ല കാണേണ്ടത്, പ്രേക്ഷകരുടെ ഭാഗത്തു നിന്ന് ചിന്തിക്കുമ്പോൾ ആരാണ് എന്നുള്ളതാണ് ഇവർ പറയേണ്ടത്. ഓക്കെ, അപ്പൊ സ്വാഭാവികമായിട്ടും ഏറ്റവും പ്രശ്നക്കാരൻ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാക്കുന്നത് അവിടെ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിസ്സംശയം കണ്ടസ്റ്റൻസിനും പറയാൻ പറ്റും, അതോടൊപ്പം തന്നെ നമുക്കും പറയാൻ പറ്റും, അനീഷ് ആണെന്നുള്ളത്. പക്ഷേ ഈ ഒരു ചോദ്യത്തിന്റെ ടാഗ് ലൈനിൽ മാത്രമാണ് കേട്ടോ അങ്ങനെ പറയാൻ പറ്റുന്നത്. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നു എന്നുള്ളതും കൂടെ ഞാൻ പറഞ്ഞുതരാം. കാരണം പുള്ളിക്കാരൻ അവിടെ കളിക്കുന്നുണ്ടെന്നേ. അവിടെ നന്നായിട്ട് നല്ല പോലെ 24 മണിക്കൂർ ഉറങ്ങുന്ന സമയമല്ലാതെ പുള്ളിക്കാരൻ നല്ലോണം പണിയെടുക്കുന്നുണ്ട്, നല്ല കണ്ടന്റുകൾ കൊടുക്കുന്നുണ്ട്, ഫുൾ ടൈം ക്യാമറ പുള്ളിലേക്ക് ഫോക്കസ്ഡ് ആവുന്നുണ്ട്. എന്തുകൊണ്ടാണ്? പുള്ളിക്കാരന്റെ കഴിവുകൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് ഏറ്റവും കൂടുതൽ ഇറിറ്റേഷൻ ഉണ്ടാക്കുന്ന കണ്ടസ്റ്റന്റ് ആരെന്ന് ചോദിച്ചാലും പുള്ളിക്കാരൻ തന്നെ. കാരണം ചുമ്മാ അവിടെ ഇരിക്കുന്ന ഒരു കണ്ടസ്റ്റന്റ് ആണെങ്കിൽ പോലും പുള്ളി പോയി നല്ലപോലെ ചൊറിഞ്ഞ് അവരെ സടകുടഞ്ഞ് എണീപ്പിക്കാൻ പുള്ളി ശ്രമിക്കാറുണ്ട്. സോ എന്തായാലും ഏറ്റവും കൂടുതൽ ഇറിറ്റേഷൻ ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ അസ്വസ്ഥത ഉണ്ടാക്കുന്ന കണ്ടസ്റ്റന്റ് ആയിട്ട് എല്ലാ കണ്ടസ്റ്റൻസും ഒരേപോലെ സെലക്ട് ചെയ്തത് അനീഷിനെയാണ്. അത് കഴിഞ്ഞിട്ട് സേഫ് ഗെയിം കളിച്ചു പോകുന്നതിൽ ഏറ്റവും കൂടുതൽ പേര് പറഞ്ഞ നമ്മുടെ അനുമോളിനെയാണ് എല്ലാവരും കൂടി സെലക്ട് ചെയ്തത്. അതോടൊപ്പം തന്നെ ഏറ്റവും മികച്ച പ്ലെയർ ആയിട്ട്, ഇപ്പൊ നിങ്ങൾക്ക് ചിരി വരും, മികച്ച പ്ലെയർ ആയിട്ട് സെലക്ട് ചെയ്തേക്കുന്നത് നമ്മുടെ അപ്പാണി ശരത്തിനെയും അക്ബറിനെയും. ഏറ്റവും ടോപ്പ് മെജോറിറ്റി നെയിംസ് വന്നേക്കുന്നതാണ് അപ്പാണി ശരത്തും അക്ബറും അതോടൊപ്പം ഗിസേലിനെയാണ് ഏറ്റവും കൂടുതൽ ആൾക്കാരും മികച്ച പ്ലെയേഴ്സ് ആയിട്ട് തെരഞ്ഞെടുക്കുന്നത്. എന്ത് തോന്നുന്നു നിങ്ങളുടെ അഭിപ്രായം? അക്ബറിനെ പറ്റിയിട്ടാണെങ്കിൽ എനിക്ക് വലിയ പ്രശ്നമില്ല. അക്ബർ നല്ലതായിട്ട് ടാസ്കുകളൊക്കെ കളിക്കുന്നുണ്ട്, അക്ബർ കുറച്ച് ആക്റ്റീവ് ആണ്. പക്ഷെ അപ്പാനി ശരത്ത് എത്രത്തോളം ആക്റ്റീവ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല. കാരണം പുള്ളിക്കാരൻ പോടാന്ന് പറഞ്ഞ് അനീഷിനോട് പോയി കിടന്ന ശബ്ദം ഉണ്ടാക്കുന്നതല്ലാതെ പ്രത്യേകിച്ച് വലിയ രീതിയിൽ ടാസ്ക് കളിച്ചോ അല്ലെങ്കിൽ കുറച്ച് മുന്നോട്ട് കയറി വന്നൊന്നും വന്നതായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഗിസൈലിന്റെ കാര്യം തൽക്കാലം നമുക്ക് അവിടെ മാറ്റി നിർത്താം. കാരണം ഗിസൈൽ കുറച്ച് നന്നായിട്ട് ഗെയിം കളിക്കുന്ന ആളാണെങ്കിൽ തന്നെ ഗിസൈലിന്റെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതാണ് നമ്മൾ അടുത്ത ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്. അതിനു മുമ്പ് ഇനി ടാസ്കിലേക്ക് വരാം. ഇത് കഴിഞ്ഞു, ഇതായിരുന്നു മോർണിംഗ് ടാസ്ക്. ഇത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ നോമിനേഷനിലേക്ക് പോകുന്ന, അതായത് 6 പേരിൽ സെലക്ട് ചെയ്തിരിക്കുന്ന 6 പേരിൽ 2 പേരെ പുറത്താക്കൂല ബിഗ് ബോസ് മിഡ് വീക്ക് എവിക്ഷൻ വെച്ചിട്ട്. മിഡ് വീക്ക് എവിക്ഷൻ അല്ല, ആക്ച്വലി ഒരു സസ്പെൻഷൻ ആണ് പറഞ്ഞേക്കുന്നത്. ആ രീതിയിൽ പുറത്താക്കുന്ന 6 പേർക്ക് ഇന്നലെ ഒരു ടാസ്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഏറ്റവും അവസാനം വന്നത് അനീഷാണ്. ഇന്നും അതുപോലെ ഒരു ടാസ്ക് നടന്നായിരുന്നു. അതായത് നമ്മുടെ റൂമിനകത്ത് നമ്മുടെ ആക്ടിവിറ്റി റൂമിനകത്ത് 6 ഫ്രിഡ്ജുകൾ വെച്ചിട്ടുണ്ട്. അതിന്റെ ഇങ്ങേറ്റമായിട്ട് കുറെ ടോയ്സും കുറെ വെജിറ്റബിൾസും കുറെ ഫ്രൂട്ട്സും കുറെ പലവ്യഞ്ജന സാധനങ്ങളും, അവിടെ ഇല്ലാത്ത സാധനങ്ങളൊന്നും ഇല്ല. കട്ടിലും ഇത് മാത്രമേ ഉള്ളൂ ഇല്ലാത്ത, അല്ലാതെ തലങ്ങണിയും ബെഡ്ഷീറ്റും എല്ലാ സംഭവം ഉണ്ട്, പാവക്കുട്ടിയും എല്ലാം ഉണ്ട്. അപ്പം ഇത് അവിടുന്ന് എടുത്തുകൊണ്ട് വന്നിട്ട് ഈ ഫ്രിഡ്ജിനകത്ത് ഇവരെ ഹെൽപ്പ് ചെയ്യാൻ നിൽക്കുന്നത്, അതായത് നമ്മുടെ അനീഷിനെ ഹെൽപ്പ് ചെയ്യാൻ നിൽക്കുന്നത് നമ്മുടെ അനുവും അപ്പാണി ശരത്തുമാണ്. ഇത് എടുത്ത് പറയുന്നത് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇത് കൊണ്ടുവന്ന് ഇവര് സഹായിക്കുന്നവര് കൊണ്ടുവന്ന് ഫ്രിഡ്ജിനകത്ത് ഇത്ര ടൈം കൊടുക്കും, ഈ ടൈമിനുള്ളിൽ ഫ്രിഡ്ജിനകത്ത് കൊണ്ടുവച്ച് ഫ്രിഡ്ജ് അടയ്ക്കണം. അപ്പം ഏറ്റവും കൂടുതൽ നമ്പേഴ്സ്, അതായത് സാധനത്തിന്റെ നമ്പറുള്ള ആൾക്കാർക്കായിരിക്കും റാങ്കിങ് കിട്ടുന്നത്. അതായത് 6 പോയിന്റ്, 5 പോയിന്റ് മുതൽ 1 പോയിന്റ് വരെ. ഏറ്റവും ടോപ്പിൽ നിൽക്കുന്നവർക്ക് 6 പോയിന്റ്, അതിന് തൊട്ട് താഴെ 5 പോയിന്റ്, ലാസ്റ്റ് വരുന്ന ആൾക്ക് 1 പോയിന്റ്. ഇങ്ങനെയാണ് സംഭവിക്കുന്നത്. കഴിഞ്ഞ ടാസ്കിൽ അനീഷ് ഏറ്റവും ലാസ്റ്റ് ആയിരുന്നു, ഓർമ്മ. അങ്ങനെ മത്സരം കഴിഞ്ഞപ്പോഴത്തേക്ക് സംഭവം ഏറ്റവും കൂടുതൽ പോയിന്റ് കിട്ടിയത് അനീഷിനായിരുന്നു. ഏകദേശം അനീഷിന് കിട്ടിയത് 40 പോയിന്റ് അങ്ങോട്ട് മൊത്തം അനീഷിന് കിട്ടി. അത് കഴിഞ്ഞിട്ട് നമ്മുടെ സരികയ്ക്ക് 23 പോയിന്റ്, ഒണിയലിന് 49, രനയ്ക്ക് 45, രേണുവിന് 45, ശാരികയ്ക്ക് 30, ഇങ്ങനെ കിട്ടിയത്. പക്ഷെ ഇതൊരു ടെസ്റ്റ് ഉണ്ടായെന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ?
ബിഗ് ബോസ് ചോദിച്ചു ഫ്രിഡ്ജിനകത്ത് ആരെങ്കിലും തരങ്ങൾ എടുത്തു വെക്കും, നിങ്ങളൊക്കെ പൊട്ടന്മാരാണോ? ഫ്രിഡ്ജിനകത്ത് എന്തൊക്കെ സാധനങ്ങളാണ് വെക്കേണ്ടത് ആ സാധനങ്ങളല്ലേ വെക്കേണ്ടത്. ഇവര് വെച്ചേക്കുന്നത് മൊത്തം പെട്ടി, പാവക്കുട്ടി, മറ്റത് ടൂൾസ്, ഇതെല്ലാം പറഞ്ഞു കേട്ടിയാ സംഭവം. അതിനുശേഷം കൗണ്ട് ചെയ്ത് വന്നപ്പം അനീഷൊക്കെ താഴോട്ട് പോയി. ഏറ്റവും ടോപ്പിൽ വന്നത് ഒണിയലായിരുന്നു. ഒണിയലിന് ഏകദേശം 47 നമ്പേഴ്സ് ഉണ്ടായിരുന്നു. ഇതിനകത്തുള്ള വെജിറ്റബിൾസും ഫ്രൂട്ട്സും നാരങ്ങയും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചതാണ് കൗണ്ട് ചെയ്തത്. ഇതിൽ അനീഷിന് വരുന്നത് ഏകദേശം 24ആണ്. സംഭവം അനീഷിന് ഇതിൽ 3-ാം സ്ഥാനമാണ് കിട്ടുന്നത്. ഓക്കെ, അപ്പം ഇതും ഒരു പ്രശ്നമാണ്. അനുവും അപ്പാണി ശരത്തും നമ്മുടെ അനീഷും തമ്മിലുള്ള ഒരു പ്രശ്നം ഉണ്ടാവാനായിട്ട്. സോ റാങ്കിങ് വന്നപ്പോഴത്തേക്ക് ഏറ്റവും ടോപ്പിലായിട്ട് ഇപ്പൊ നിൽക്കുന്ന റെനയും, 2-ാം സ്ഥാനത്ത് നിൽക്കുന്ന ഒണിയലും, 3-ാം സ്ഥാനത്ത് രേണുവാണ് നിൽക്കുന്നത്. ഇവർ മൂന്നും ഏകദേശം സേഫ് സൈഡിൽ നിൽക്കുകയാണ്. ബോട്ടം താഴെ നിൽക്കുന്നത് നമ്മുടെ ശാരികയും സരികയും അതോടൊപ്പം തന്നെ അനീഷുമാണ്. ഇവർ 3 പേരാണ് ഏറ്റവും ബോട്ടത്തിൽ നിൽക്കുന്നത്. ഇപ്പൊ ഇവരിൽ 2 പേര് പുറത്താകാനാണ് ഏറ്റവും കൂടുതൽ ചാൻസ്. നാളെ ഒരു ടാസ്കും കൂടെ ഉണ്ടാവും. അപ്പം ബിഗ് ബോസ് ചോദിച്ചു, നിങ്ങൾ ഈ സഹായിക്കുന്ന ആൾക്കാരിൽ നിങ്ങൾ ഓക്കെ ആണോ എന്ന് ബിഗ് ബോസ് ചോദിച്ചു. അപ്പം അനീഷ് ചാടി ഇറങ്ങി പറഞ്ഞു, ഞാൻ ഹാപ്പി അല്ല, കാരണം ഇന്നലെ ശരത്ത് നന്നായിട്ട് കളിച്ചിട്ടില്ല. ശരത്ത് എന്നെ ചതിക്കാൻ നോക്കിയതാണോ, അനുമോൾ എന്നെ ചതിക്കാൻ നോക്കിയതാണോ, അവരെന്നെ തോറ്റ് പുറത്ത് ചാടിക്കാൻ നോക്കിയതാണോ എന്ന് പറഞ്ഞിട്ട് അവിടെ പറഞ്ഞു. സംഭവം ഈ വീഡിയോ ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്കും ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു, ശരത്ത് ഇന്നലെ 100% ഡെഡിക്കേറ്റ് ചെയ്തിട്ടല്ല കളിച്ചതെന്നാണ് തോന്നുന്നത്. പക്ഷെ അനു അങ്ങനെയല്ല, അനു സത്യസന്ധമായിട്ട് തന്നെയാണ് കളിച്ചത്. പക്ഷെ ശരത്ത് പണിയാൻ നോക്കി കളിച്ചതാണോ എന്ന് എനിക്കൊരു ഡൗട്ടുണ്ട്. ആ ഡൗട്ടാണ് ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇന്ന് അത് അനീഷ് എടുത്തു പറയുകയും ചെയ്തു. ഹൗസിൽ മുട്ടനടിയായി. സോ ശരത്തിന് വളരെ ബ്രില്യൻ്റ് ആയിട്ട് മൂവ് ചെയ്യാനുള്ള ഉപയോഗിക്കാൻ പറ്റിയൊരു സോഴ്സായി. ചാടി ഇറങ്ങി അടിയും ബഹളമായിരുന്നു. ഉടനെ അനു വിളിക്കുന്നുണ്ട്, നിങ്ങൾക്ക് നന്ദി ഉണ്ടാടാ, നിങ്ങൾക്ക് നന്ദി ഇല്ലാത്തവനെ എന്നൊക്കെ പറഞ്ഞിട്ട്. കാരണം പോയി ഹെൽപ്പ് ചെയ്ത് ഒരുപാട് കഷ്ടപ്പെട്ടതാണല്ലോ. സോ സ്വാഭാവികമായിട്ടും അനു സിൻസിയർ ആയിട്ട് ഹെൽപ്പ് ചെയ്തതാണ്. അതുകൊണ്ടാണ് പുള്ളിക്കാരി അത്രയും സിൻസിയർ ആയിട്ട് വഴക്കുണ്ടാക്കിയത്. പക്ഷെ ശരത്ത് അത്രത്തോളം ഇതാണോ എന്നുള്ള എനിക്ക് ഡൗട്ടുണ്ട്. അപ്പോഴും കാണിച്ചു വെച്ചത് വെറും നാടകമാണോ എന്നുള്ളതും എനിക്ക് ഡൗട്ടുണ്ട്. എന്തായാലും നിങ്ങൾ കാണുന്നവരൊന്നും വിലയിരുത്താന്ന് മാത്രമേ പറയാനുള്ളൂ. എന്തായാലും അനീഷ് ഡിസപ്പോയിന്റഡ് ആയിരുന്നു. അങ്ങനെ പല കണ്ടസ്റ്റൻസും ഡിസപ്പോയിന്റഡ് ആയിരുന്നു. ബിന്നിയിൽ എനിക്ക് തോന്നുന്നു നമ്മുടെ ശാരികയും ഡിസപ്പോയിന്റഡ് ആയിരുന്നു. അവസാനം ബിഗ് ബോസ് തന്നെ പറഞ്ഞു, നമുക്കിത് ഷഫിൾ ചെയ്യാം, ഇനി ഇപ്പൊ നിലവിലുള്ള സഹായികളെല്ലാം ഷഫിൾ ചെയ്തതിനു ശേഷം നാളെ വേറൊരു ടീമായിട്ട് വരാമെന്ന് പറഞ്ഞു. അങ്ങനെ പുതിയ ടീമിനെ തെരഞ്ഞെടുത്തു. ഇതാണ് ആദ്യ 2 ടാസ്കുകളിൽ ഉണ്ടായത്. അത് കഴിഞ്ഞതിന് ശേഷം പിന്നീട് മൊത്തം നടന്നത് നമ്മുടെ ഗിസൈലിന്റെ പ്രശ്നമാണ്. ഗിസൈൽ ഇപ്പോഴും മേക്കപ്പ് ഇടുന്നുണ്ട്. ഗിസൈൽ ഇപ്പോഴും മേക്കപ്പ് ഇട്ട് എവിടെയൊക്കെ ആരുടെയൊക്കെ എങ്ങോട്ടാണെന്നൊന്നും അറിയത്തില്ല. എല്ലാ സാധനവും കൊണ്ടുപോയതിനു ശേഷം പുള്ളിക്കാർ ഇപ്പോഴും മേക്കപ്പ് ചെയ്യുന്നുണ്ട്. പുള്ളിക്കാരി മേക്കപ്പ് റിമൂവ് ചെയ്ത ടിഷ്യൂ അനു കണ്ടുപിടിക്കുകയും അനു പോയിട്ട് ബിഗ് ബോസിനെ ക്യാമറയിൽ കാണിച്ചിട്ട് ബിഗ് ബോസ് ഇപ്പോഴും ഇത് ഉപയോഗിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് കംപ്ലൈന്റ് പറയുകയും ചോദ്യം ചെയ്യുന്ന രീതിയിൽ തന്നെ ചെയ്തത്. പക്ഷെ എനിക്ക് തോന്നുന്നു, എനിക്ക് ബിഗ് ബോസിനോട് ചോദിക്കാം, ബിഗ് ബോസ് നാണോ ഇല്ല ഇപ്പോഴും ഇവരെ കൊണ്ട് ഇത് വീണ്ടും കണ്ടിന്യൂസ് ആയിട്ട് ഈ ഗിസൈൽ ഈ ഒരു പ്രിവിലേജ് കൊടുത്തു കൊണ്ടുപോകാൻ നാണോ ഇല്ലെന്ന് എനിക്ക് ബിഗ് ബോസിനോട് ചോദിക്കാനുള്ളത്. പിന്നെ എൻറ്റയർ ഹൗസ് നമ്മുടെ അനു പോയി എല്ലായിടത്തും ചോദിക്കുന്നത്, നിങ്ങൾക്ക് പേടിയാണോ ഗിസൈലിന്? ഇത് സത്യം പറഞ്ഞ അനു കണ്ടസ്റ്റൻസിനോടല്ല ചോദിക്കേണ്ടത് കേട്ടോ, ബിഗ് ബോസിനോടാണ് ചോദിക്കേണ്ടത്. ബിഗ് ബോസിനും പേടിയാണെന്നാണ് തോന്നുന്നത് ഗിസൈലിനെ. എന്തോ കാണിക്കുന്ന, ഇത്രയും ക്യാമറ ഉണ്ടായിട്ട് ഇത്രയും ഫെസിലിറ്റീസ് ഉണ്ടായിട്ട് ഗിസൈൽ ഇത് ഉപയോഗിക്കുന്നവർക്ക് ഇത് ക്യാച്ച് ചെയ്യാൻ പറ്റത്തില്ല എന്നാണ് പറയുന്നത്. ഒരിക്കലും വിശ്വസിക്കാൻ പറ്റത്തില്ല. സോ അനു അത് ഭയങ്കര പ്രശ്നം ഉണ്ടാക്കി. പിന്നെ ഹൗസ് മേറ്റ്സ് എല്ലാവരും അത് ഇടപെട്ടു. ഗിസൈലിനെതിരെ അറ്റാക്ക്. ഗിസൈലും അനുവായിട്ട് ഓൾറെഡി ഇവർ രണ്ടുപേരും പരസ്പരം ഒരു പ്രശ്നമുണ്ട്. ഓൾറെഡി മുന്നേ ഫസ്റ്റ് ഡേ മുതലുള്ളതാണ്. ഇവർ രണ്ടുപേരും നല്ല മുട്ടനടിയായി. അവസാനം ഗിസൈൽ പറഞ്ഞിട്ട്, ഞാൻ എന്റെ പെട്ടി തുറന്ന് നോക്കാൻ പറ്റത്തില്ല, ഞാനിവിടെ പാചകം ചെയ്യത്തില്ല, ഞാൻ കുക്ക് ചെയ്യത്തില്ല, എനിക്ക് ഉറങ്ങാൻ പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളിക്കാരി അനുവിന്റെ തലയിൽ പ്രശ്നം ഇട്ട് ഒതുക്കാനായിട്ട് നോക്കുന്നുണ്ട്. പക്ഷെ ബാക്കി എല്ലാവർക്കും ഏകദേശം മനസ്സിലായി. കാരണം അനു ടിഷ്യൂ ഉൾപ്പെടെ ആ ഫൗണ്ടേഷൻ റിമൂവ് ചെയ്തിട്ട് ടിഷ്യൂ ഉൾപ്പെടെ കൊണ്ടുവന്ന് കാണിച്ചിട്ടാണ് അനു ആർഗ്യൂ ചെയ്തുകൊണ്ടിരുന്നത്. സോ അനുവിന്റെ ഭാഗത്താണ് 100%. എനിക്ക് ഭയങ്കര സന്തോഷമായി. ഒരാളെങ്കിലും ഗട്ട്സോട് കൂടി ക്യാമറയുടെ മുമ്പിൽ വന്നെങ്കിലും ചോദിക്കാൻ പറ്റിയല്ലോ എന്നുള്ളത് ആലോചിക്കുമ്പോഴത്തേക്ക് സന്തോഷമുണ്ട്. ഇനി ലാസ്റ്റ് 4ാമത്തെ നമ്മുടെ വിഷയം എന്ന് പറയുന്നത് നമ്മുടെ രേണു സുധിയുടെ സെപ്റ്റിക് ടാങ്ക് വിഷയമാണ്. അതായത് കഴിഞ്ഞ ആഴ്ച നമ്മുടെ ലാലേട്ടൻ അക്ബറിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, രേണുവിനെ പോയി പ്രൈസ് ചെയ്ത് രേണുവിൽ നിന്നും ഒരു മാപ്പ് മേടിക്കണം എന്നുള്ളത് അക്ബറിനോട് ലാലേട്ടൻ പറഞ്ഞാണ്. അതല്ലെങ്കിൽ രേണു മാപ്പ് കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ കോൺസിക്വൻസസ് നേരിടേണ്ടി വരുമെന്ന് അക്ബറിനോട് നമ്മുടെ ലാലേട്ടൻ പറഞ്ഞായിരുന്നു. ഇത് പ്രകാരം അക്ബർ കുറേ ദിവസമായിട്ട് ട്രൈ ചെയ്യുന്നുണ്ട്. നിങ്ങളൊന്നും അത് ഷോയിൽ കാണാത്തതാണ്. അക്ബർ പാട്ടുപാടി കൊടുക്കാൻ നോക്കുന്നുണ്ട്, ചപ്പാത്തി ഉണ്ടാക്കി കൊടുക്കുന്നു, ലവിലുള്ള ചപ്പാത്തി ഉണ്ടാക്കി കൊടുക്കുന്നു, ഒരുപാട് പുള്ളിക്കാരൻ പുറകെ കടന്ന് ഇത് ചെയ്യുന്നുണ്ട്. പക്ഷെ പുള്ളിക്കാരെ
അക്സെപ്റ്റ് ചെയ്യാൻ ഒരു കാരണവശാലും പുള്ളിക്കാരന്റെ മാപ്പ് അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറല്ല, പുള്ളി ക്ഷമിക്കാൻ തയ്യാറല്ല. ഇന്ന് ഇതാ ക്യാമറയിൽ വന്നിരുന്ന് നമ്മുടെ ബാത്റൂമിലെ മിററിന്റെ അവിടെ വന്നിരുന്നിട്ട് കിടന്ന് കരയുന്നുണ്ട്. എനിക്ക് താങ്ങാൻ പറ്റുന്നതിനപ്പുറമാണ്. യെസ്, ഐ ഡു എഗ്രി, അത് താങ്ങാൻ പറ്റുന്നതിനപ്പുറമാണ്. പക്ഷേ ലാലേട്ടൻ വരെ വന്ന് പറഞ്ഞതാണ് ഇനി ഇത് കളയാവുന്ന ഒരു വിഷയമാണ്. കാരണം എല്ലാവരും അക്ബറിന്റെ മിസ്റ്റേക്ക് ആണെന്ന് മനസ്സിലാക്കുകയും എല്ലാം ചെയ്തതാണ്. എന്നിട്ട് വീണ്ടും വന്ന് ഒരു നാടകം കളിക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നിയത്. കണ്ണാടിയുടെ മുമ്പിൽ വന്ന് കരഞ്ഞു വിളിച്ചൊരു നാടകം കളിക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നിയത്. നിങ്ങൾ കാണുമ്പോൾ പറയണേ. ഇനി ഇത്രയും ടോപ്പിക്സ് ആണ് പറയാനുള്ളത്. ഇനി എനിക്ക് ഒരു റിക്വസ്റ്റ് കൂടെ നിങ്ങളോടുണ്ട്. അതായത് നമ്മുടെ കലാഭവൻ ശാരികയുടെ നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് പറയുന്ന ഒരു ടാസ്ക് നടക്കുന്നുണ്ടല്ലോ, അത് നിങ്ങളൊന്ന് കാണണേ. അത് ഭയങ്കര ഹൃദയസ്പർശിയാണ്, ഭയങ്കര ഫീൽ ആവും അത് കാണുമ്പോൾ, ഭയങ്കര വിഷമമാവും നമുക്ക്. അതൊന്ന് കാണാൻ നോക്കണം. ഓക്കെ, അതിനെപ്പറ്റി എന്തായാലും ഞാൻ പറഞ്ഞ് കൂടുതൽ കൊളാക്കുന്നില്ല. എനിവേസ്, നമുക്ക് നാളെ വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതിനു മുമ്പ് എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതോടൊപ്പം തന്നെ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുകയും ചെയ്യണം. നിങ്ങളുടെ വിലയേറെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളൊക്കെ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുകയും വേണം. അപ്പൊ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ഗുഡ് നൈറ്റ്, സന്ധ്യയ്ക്ക് വരെ വണക്കം, ബൈ.